തിരുനാവായയിലെ മാഘ മഹോത്സവത്തിന് വീണ്ടും പ്രതിസന്ധി. തമിഴ്നാട്ടിൽ രഥയാത്രയ്ക്ക് അനുമതിയില്ല. തമിഴ്നാട് സർക്കാരാണ് അനുമതി നിഷേധിച്ചത്. ഭാരതപ്പുഴയുടെ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് രഥയാത്ര എന്ന സങ്കല്പത്തിലായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. വിവരങ്ങളുമായി അനുമോദ്, ഇതിപ്പോ രണ്ടാമത് ആദ്യഘട്ടത്തിൽ ഇവിടെയാണ് പ്രശ്നമുണ്ടായതെങ്കിൽ ഇപ്പോൾ രഥയാത്രയുടെ അനുമതിയാണ് നിഷേധിച്ചിരിക്കുന്നത്. എന്താണ് അതിന് കാരണമായി പറയുന്നത്? ശ്രീജ, തമിഴ്നാട്ടിലെ ഉദുമൽപേട്ട് ത്രിമൂർത്തി മലയിൽ നിന്ന് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും രഥയാത്ര ആരംഭിക്കാനായിരുന്നു സംഘാടക സമിതിയുടെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മഹാമേരു പൂജിച്ച രഥവും അവിടെ എത്തിയിരുന്നു. അവിടെ ഇതുമായി ബന്ധപ്പെട്ട രാവിലത്തെ ചടങ്ങുകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ നീക്കം ഉണ്ടായിരിക്കുന്നതിന്റെ കാരണമായിട്ട് അവർ നൽകിയ നോട്ടീസിൽ പറയുന്നത് ഇപ്രകാരമാണ്: രഥയാത്ര നടത്താൻ ഉദ്ദേശിച്ച പാത പഴനി, ആനമലൈ, ഉടുമലൈ, മൂന്നാർ, പഴനി, കോയമ്പത്തൂർ എന്നിവിടേക്കുള്ള ദേശീയപാതയാണ്. ഈ ദേശീയപാതകൾ വ്യാപാര ഗതാഗതത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കും ഉള്ള പ്രധാന വഴികളാണ്. അതിനാൽ ഈ വഴികളിലൂടെ രഥയാത്ര നടത്തിയാൽ പൊതുജനങ്ങൾക്കും പൊതുഗതാഗതത്തിനും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും വലിയ തടസ്സം സൃഷ്ടിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനു പുറമെ പളനിയിൽ പദയാത്ര ചെയ്യുന്ന ഭക്തരും കൂടുതൽ ഈ വഴി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ രഥയാത്രയ്ക്ക് അനുമതി നിരസിച്ച് ഉത്തരവിടുകയാണ് എന്നാണ് പോലീസിന്റെ ഉത്തരവ്. അതായത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രഥയാത്ര അനുവദിക്കാനാകില്ല എന്ന തീരുമാനമാണ് തമിഴ്നാട് പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവമായിട്ടുള്ള ത്രിമൂർത്തി മലയിൽ നിന്ന് അവിടെ നിന്നും പൂജിച്ച ശ്രീചക്രവുമായിട്ട് ഈ രഥയാത്ര അവിടെ നിന്നും യാത്ര തിരിച്ച് അത് വാളയാർ വഴി പാലക്കാട് വന്ന് തുടർന്ന് തിരുനാവായയിൽ ഈ മാസം 21-ന് എത്തുന്ന തരത്തിലായിരുന്നു നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളായിരുന്നു പൂർത്തിയായിരുന്നത്. എന്നാൽ അവിടെയാണ് ഇപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം വന്നിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തും തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും, ഈ വഴിയിലൂടെയുള്ള രഥയാത്ര എന്ന് കാണിച്ച് ഇതിന് അനുവാദം നിഷേധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട് സർക്കാർ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നത്. മുൻപ് പല ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കും രഥയാത്രകൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നേരത്തെയും പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വേണം ഇതിനെ കാണുവാൻ എന്ന തരത്തിലാണ് സംഘാടകരുടെ ഭാഗത്തുനിന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 4:30 സംഘാടകർ ഇത് സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സ്വാമി ആനന്ദവനം ഭാരതി, അദ്ദേഹമാണ് ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചുമതലയിലുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ വിശദമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലെങ്കിലും നേരത്തെ തിരുനാവായിലെ ഈ പുഴയിലൂടെയുള്ള താൽക്കാലിക നടപ്പാലത്തിനും അതേപോലെ ഈ പരിപാടിക്ക് വേണ്ടി മണൽത്തിട്ട വൃത്തിയാക്കിയതിനുമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് കണക്കാക്കിയിട്ടുള്ള ഈ ഒരു ശ്രീചക്രം പൂജിച്ചുള്ള രഥം അതിവിടെ എത്തി തുടർ പൂജകൾക്ക് വേണ്ടിയുള്ളതാണ്. ആ രഥത്തിന് ഇപ്പോൾ ഇതുവഴി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതിൽ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുനാവായിലെ മാഘ മഹോത്സവത്തിന് വീണ്ടും പ്രതിസന്ധി തീർത്താൻ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തീരുമാനം വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ രഥയാത്ര അനുവദിക്കാനാവില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.